എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇത് പോയത് ജനുവരി മാസത്തിലാണ് കേട്ടോ. ഞങ്ങൾ ഊട്ടി, മൈസൂർ, വയനാട് ഒരു റൗണ്ടായിട്ടൊരു 3-4 ദിവസത്തെ ഒരു ട്രിപ്പ് പോയായിരുന്നു ഫാമിലി ആയിട്ട്. എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞപ്പാട് പോയതായിരുന്നു കേട്ടോ. അവർ ഹണിമൂണൊന്നല്ല കേട്ടോ, അവരെ ഹണിമൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതൊക്കെ കൂടിയിട്ട് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് മൈസൂരായിരുന്നു. മൈസൂർ പോയാൽ പിന്നെ നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കുമല്ലോ വൃന്ദാവൻ ഗാർഡൻ. അപ്പോൾ വൃന്ദാവൻ ഗാർഡനിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ശരിക്കും ഞങ്ങൾ വന്ന സമയത്ത് എന്തോ ഒരു ഹോളിഡേ ആയിട്ട് സൂ ഒക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വൃന്ദാവൻ എങ്ങനെ തന്നെയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൃന്ദാവൻ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് നടന്നിട്ടൊക്കെ കണ്ടു. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളെ കൂടെ പിള്ളേരുണ്ടല്ലോ, സെയിനും സവാദും ഇഷാനെല്ലാം, അതിൽ കുറച്ച് കളിച്ചോറ് ഫുള്ള് പല ഇതുണ്ട് കളിക്കുന്ന പിള്ളേർക്ക് കളിക്കുന്ന, അതിലൊക്കെ ഇരുന്നിട്ട് കുറേ സമയം ഇരുന്ന് കളിച്ചായിരുന്നു. ഇപ്പോൾ കബീർ അൻഷോറൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. അങ്ങനെ ഞാനും കുറച്ച് സമയം ഇരുന്ന് കറങ്ങിയതിൽ. ഞങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ ട്രിപ്പ് വന്നിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ കബീറിന് കല്യാണം കഴിഞ്ഞിട്ട് വരാമെന്ന് മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു. അവർ ഹണിമൂണൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ ഫാമിലി ട്രിപ്പ്. അപ്പോൾ എന്തായാലും അവർ കപ്പിളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ റീൽസൊക്കെ എടുത്തു കൊടുത്തായിരുന്നു കബീറിന് അൻഷയ്ക്കും. പിന്നെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഉമ്മ, ഞാൻ, കബീർ, ബൽക്കി എല്ലാവരുമായിട്ട് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ പണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിട്ടുണ്ട് ഫോട്ടോ, പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. പിന്നെ ഞാൻ അവിടെ ആയപ്പം ഇവർ ഫോട്ടോസൊക്കെ എടുക്കുമെങ്കിൽ അതിൽ എൻ്റെ മിസ്സിങ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ യാത്രയും ഫോട്ടോസൊക്കെ ഇത് ഫസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഉപ്പ, ഉമ്മ, കബീർ, അൻഷി, അളിയ, ബൽക്കി, മക്കൾ, ഞാൻ, ഇങ്ങനെയാണ് ഞങ്ങൾ ടൂർ പോയത്. ഇപ്പോഴും ഇത് കംപ്ലീറ്റ് അല്ല, റാഷിൻ്റെ മിസ്സിങ് ഉണ്ട് ഇതിൽ. ഇതാണ് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും. അവരാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കൽ കുറവാണ്. അപ്പോൾ ഇത് ഞാൻ നിർബന്ധിച്ചെടുത്തൊരു വീഡിയോ ആണ്. ഈ ട്രിപ്പ് പോയത് ജനുവരിയിലായിരുന്നു. അപ്പോൾ ആദമിന് 5 മാസമായിരുന്നു പ്രായം. കബീറിൻ്റെ കല്യാണ സമയത്ത് ആദമിന് 2.5 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞിനും കൊണ്ട് കല്യാണം കൂടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ആദമ് കുറച്ച് വലുതായി. ഫുഡൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ആദമിന്. ഈ സമയത്ത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ആ ദിവസം വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയായിരുന്നു. പക്ഷേ അതിനൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നൊക്കെ തിരക്കിൽ എനിക്ക് വ്ളോഗ് എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ രാത്രി വന്നത് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതിൻ്റെയും ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കുറേ നോക്കിയായിരുന്നു, ഒരു ഫോട്ടോ പോലും ഇല്ല. പക്ഷേ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്നതും ഇതൊക്കെ ഒരു രസം വേറെ തന്നെയാണ്. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ആദമിന് ഹൈ ചെയർ കിട്ടിയതുകൊണ്ട് അതിലിരുത്തി. അവനിപ്പോൾ ഇരിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. മുമ്പ് അങ്ങനെയല്ലല്ലോ, നമ്മൾ കയ്യിൽ തന്നെ പിടിക്കണം. അവിടെയാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ കാർ സീറ്റും സ്ട്രോളറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം മൈസൂർ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ഊട്ടിയിലേക്കാണ് പോയത്. അപ്പോൾ ഊട്ടിയിൽ തണുപ്പായിരിക്കുന്നൊക്കെ വിചാരിച്ച് ഞാൻ ആദമിന് നല്ല കട്ടിയുള്ള ഡ്രസ്സാണ് ഇട്ടത്. ഞാൻ ഒരുപാട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു നാട്ടിൽ വരുമ്പോൾ. പക്ഷേ എനിക്ക് അവിടെ നാട്ടിൽ വന്നിട്ട് ഫുള്ള് ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യാത്രയിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ പോകുന്നത്, കട്ടിയുള്ള ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഊട്ടിയിലൊന്നും വിചാരിച്ച പോലെ ഒന്നും തണുപ്പുണ്ടായിരുന്നില്ല. അത്യാവശ്യം ചൂട് തന്നെ പറയാം. ഞങ്ങൾ പോയ സമയം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്, വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക്. അപ്പോൾ എന്തായാലും ദോശ ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത്. തന്നത്തെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് ഇപ്പം ഞാനിടാം. സെയിനാണെങ്കിൽ മസാല ദോശ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളും. അങ്ങനെയാണല്ലോ, നമ്മൾ കുറേ ആൾക്കാരുണ്ടാവുണ്ട്, ഫുഡൊന്നും എന്തായാലും വേസ്റ്റ് ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ കൂടെ സവാദ് ഇഷാന് പൂരി എടുത്തപ്പോൾ അത് അവന് കണ്ടിട്ട് ആഗ്രഹം തോന്നി. അതൊരു കഷ്ണം പൂരിയും കഴിച്ച്. ദോശ ഫുള്ളൊന്നും കഴിച്ചില്ല, ബാക്കി ഞാനാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സെയിൻ്റെ ഡ്രസ്സൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഡ്രസ്സൊക്കെ മോശമാക്കുമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളിതാ ഊട്ടിയിലേക്ക് പോവാണ്. ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഇന്നോവ എടുത്തിട്ടാണ് വന്നത്. ഞാൻ യാത്രയിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒന്നാണിത്, ഈ ഒരു കാടിലൂടെയുള്ള യാത്ര. ഭയങ്കര രസമായിരുന്നു. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് തന്നെ. നമ്മൾ മൂത്തമ്മ അവരൊക്കെ വന്നിട്ട് നമ്മളത്തേക്ക് കുറേ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാട്ടിൽ മാനിനെയും മയിലിനെയും ആനനെയൊക്കെ
കുരങ്ങിനെയൊക്കെ കണ്ടു പോകാനൊരു രസം തന്നെയായിരുന്നു. ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒന്നായിരുന്നു കേട്ടോ ഈ ഒരു കാടിലൂടെയുള്ള ഈ ഒരു യാത്ര. ഞങ്ങൾ പോയ സമയത്തായിരുന്നു കേട്ടോ ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാ റീൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങളും ഊട്ടിയിലേക്ക് യാത്ര പോയത്. അപ്പോൾ അതേപോലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റാലൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാലും രണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദമ ഫുൾ ടൈം ഉപ്പാൻ്റെ കൂടെ തന്നെയായിരുന്നു. ആദമിന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാനെ. ഉപ്പപ്പാന്ന് വിളിക്കും. ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞില്ല, ഉപ്പപ്പാന്ന് വിളിച്ച് ബാക്കിൽ തന്നെ പോലെ. സവാദും ഇഷാനും സെയിനൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അനിമൽസിനെ കാണുന്നതൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ, ഞങ്ങളെപ്പോലെ തന്നെ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അനിമൽസിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആനനെ ഒന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞങ്ങൾ ആനേനെ കണ്ടായിരുന്നു. എനിക്കങ്ങനെ വീഡിയോയിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ആനകൾ കൂട്ടത്തോടെ വരുന്നതൊക്കെ കണ്ടായിരുന്നു. പിന്നെ അതേപോലെ മാൻകൂട്ടങ്ങൾ പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. പിന്നെ മങ്കീസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടത് മയിലുകളായിരുന്നു. ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സഫാരി ഉണ്ടായിരുന്നു. അതായത് കാടിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ആനിമൽസിനൊക്കെ കാണിച്ചു തരും. പല വണ്ടിയിലായിട്ട് ജീപ്പ് അതുപോലെ വേറെ വണ്ടികളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഓപ്പൺ വണ്ടികളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തരുന്നുള്ളത് കണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഞങ്ങളിങ്ങനെ പോയപ്പോഴും കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത് കണ്ടപാടെ തന്നെ നമ്മളിങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ജീപ്പിലാണ് കേട്ടോ പോകുന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീപ്പിലിരുന്നിട്ട് കാണാൻ. കുറച്ചും കൂടെ അകത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് ആനിമൽസിനെ കൂടുതലായിട്ട് കണ്ട് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും അവർക്കറിയാമല്ലോ എവിടെ ആനിമൽസ് ഉണ്ടാവാന്നൊക്കെ. അത് വെച്ച് നോക്കി കുറച്ചും കൂടെ നമുക്ക് അടുത്തുനിന്ന് കണ്ടതുപോലെ നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിള്ളേരും നമ്മളെല്ലാമായിട്ട്. പിന്നെ ജീപ്പിലായതുകൊണ്ട് കുറച്ച് നമുക്ക് അടുത്ത് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ആണ് കേട്ടോ, നമുക്കിങ്ങനെ അത് അടച്ചിട്ടല്ലല്ലോ ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ അടുത്തുനിന്ന് കാണുന്ന ഒരു ഫീലും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ശരിക്കും നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഈ ഡ്രൈവർ തമിഴാണ്, തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ കഥകളൊക്കെ പറയുന്നുണ്ട്. കടുവ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു. കടുവ ഉണ്ടാവാറുണ്ട് ഈ സ്ഥലങ്ങളിൽ, ചില സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട്, കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവർ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയത് ഉൾഗ്രാമങ്ങളിൽ കൂടിയായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. പശുക്കളും പച്ചപ്പും എല്ലാമായിട്ട് ആ ഗ്രാമം നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വണ്ടിയിൽ തന്നെ വന്ന് ഞങ്ങളെ യാത്ര തുടർന്നു ഊട്ടിയിലേക്കുള്ള. ഞങ്ങളിപ്പോൾ ഊട്ടിയിലെത്തിയിട്ട് ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഇല്ല. ഇതിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഒരു ബേക്കറിയും ഒരു റെസ്റ്റോറൻറ്റും കൂടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ബോട്ടിങ്ങിന് പോകണം, പിന്നെ ട്രെയിനിൽ പോകണം. ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ ഉള്ളത്. നമ്മളിങ്ങനെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ടൈമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അവരുടെ ഫുഡ് നോക്കണം, അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഡൈപ്പർ ചേഞ്ച് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദമ ചെറിയ കുഞ്ഞാന്നുള്ളത്. കുഞ്ഞിനെയും കൊണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വരും ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പാല് കൊടുക്കാൻ. ആദമ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഇതുണ്ടാവും. മക്കളെ കൂടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കപ്പിൾ പോകുന്ന പോലെയല്ലല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ ടൈമിങ് ഫുഡ് അതൊക്കെ നോക്കിയിട്ട് പറ്റുന്ന പോലെ സ്ഥലങ്ങൾ കവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാ സ്ഥലങ്ങളും കാണണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം കുട്ടികളുടെ കാര്യം കൂടെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്നാലും ഞങ്ങളിപ്പം ബോട്ടിങ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയറിയിട്ടുണ്ട്. നല്ല ലൈനായിരുന്നു കേട്ടോ അവിടെ വൃന്ദാവനം മൈസൂർ ഒട്ടും തിരക്കില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്തോ ഹോളിഡേ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. കുറേ മലയാളീസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ടൂറ് വന്നിട്ടുള്ളത്, വെക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി മലയാളീസ് ഉണ്ട്.
ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാൻ. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ഡ്രൈവർ നമ്മൾ പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ട് അനക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ബോട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രെയിനിനടുത്തേക്ക് വന്നു. ട്രെയിനിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ട്രെയിനും. ഊട്ടിയിൽ വരുന്ന എല്ലാവരും കോമൺ ആയിട്ട് പോകുന്നതാണ് ബോട്ടിങ്ങും ട്രെയിനിലെല്ലാം. എന്തായാലും പിള്ളേർ ഭയങ്കര ഹാപ്പി. അവർക്ക് നേരത്തെ ഉണ്ട് പറയുന്നത് ട്രെയിനിൽ പോകാൻ. അപ്പോൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തതേ ഉള്ളൂ. ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന കിലുക്കം മൂവി ആയിരിക്കും. അതേപോലെ കിലുക്കം കിലുക്കം ഈ 2 മൂവീസ് ആയിരിക്കും എപ്പോഴും ഓർമ്മ വരിക. ട്രെയിനൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ സിനിമയിൽ കുറേ സീൻസൊക്കെ നമ്മളെ മനസ്സിൽ വരും. അപ്പോൾ ബോട്ടിങ്ങും ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ പോയായിരുന്നു. ഞങ്ങൾ നേരെ പോയത് വയനാട്ടിലേക്കായിരുന്നു. അപ്പോൾ വയനാട് എത്തിയിട്ട് ഡിന്നർ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു ഊട്ടിയിൽ നിന്ന് വയനാട്ടിലേക്ക്. അപ്പോൾ വയനാട് പോയിട്ട് നല്ല കേരള ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ സീ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു ലാഫി ശർമ്മ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. ഞണ്ടും ചെമ്മീനൊക്കെ അവരൊരു മസാലയിൽ ഇട്ടിട്ട് നല്ല രസമാണ് ആ ഫുഡ്. അതുപോലത്തെ ഫുഡ് ഇവിടെയും കണ്ടായിരുന്നു. ദുബായിൽ കണ്ടായിരുന്നു ബക്കറ്റ് സീ ഫുഡായിട്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് തപ്പിയിട്ട് വന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ വേണ്ട ഫിഷിൻ്റെ ഒരു ഇതൊക്കെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ആദമിന് ഇങ്ങനെ ബേബി ചെയർ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. ഞങ്ങൾ കാസർഗോഡ് അത്ര എല്ലാ ഹോട്ടലിലൊന്നും ഇല്ല കേട്ടോ ബേബി ചെയർ. പക്ഷേ നല്ലതാണ്, നമുക്ക് ഫുഡൊക്കെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയാണ്, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. കുഞ്ഞിനൊക്കെ അവർ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്കിങ്ങനെ ബേബി ചെയർമെല്ലാം അവിടെ ഇരുത്താം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പൊറോട്ടയും കപ്പയും മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. കപ്പനെ ഞങ്ങൾ കൊള്ളി എന്ന് പറയും കാസർഗോഡ്. അപ്പോൾ ഞങ്ങൾ ഫിഷിൽ പറഞ്ഞിട്ടുള്ളത് ഞണ്ട്, ചെമ്മീൻ, പിന്നെ നമ്മളെ കല്ലുമക്കായ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയക്കൂറൻ്റെ ചെറിയ പൊടിയും അതിലുണ്ട് കേട്ടോ. പിന്നെ ചെമ്മീൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഇത്രയും ഫിഷ്, കൂന്തലും കൂടെയുണ്ട്, ഇത്രയാണ്. പിന്നെ അതിൽ കോണും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഫ്രൂട്ട് ബേയിലാണ്. അപ്പോൾ സവാദിൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരി 2-ന്. അപ്പോൾ സവാദിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫ്രൂട്ട് ബേയിൽ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി റീൽസൊക്കെ കണ്ടിട്ട് ഇവിടെ വരണമെന്ന് എനിക്കും സിസ്റ്ററിനും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായി വയനാട് പോയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം, അവിടെ ഫ്രൂട്ട് ബേയിൽ പോകാമെന്നൊക്കെ. സെയിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലെ കേക്ക് കാണുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. അപ്പോൾ എന്തായാലും കേക്ക് മുറിക്കാൻ സമാധാനമില്ല, സെയിന് കരയുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല ബൽക്കീസ് നല്ല കേക്ക് ഉണ്ടാക്കും എൻ്റെ സിസ്റ്റർ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോകുമ്പോൾ ഇപ്പോൾ പറയും കേക്ക് ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഒരു വീട്ടിലായിരുന്നു. ഞങ്ങളൊരു വീട് റെൻ്റ് എടുത്ത് അവിടെയായിരുന്നു താമസിച്ചത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വന്നിട്ടുള്ളത് വയനാട് ഒരു പൂപ്പൊലി വന്നിട്ടുണ്ടായിരുന്നു ആ വർഷത്തെ. അപ്പോൾ അത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ. അകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഗാർഡൻ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ. പിന്നെ പിള്ളേർക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ഒരുപാട് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തില്ല. ഉച്ച വരെ അതിനകത്ത് പിള്ളേർക്കും കുറച്ച് എൻജോയ്മെൻറ്റൊക്കെ ആയിട്ട് കുറച്ച് അവർക്കൊരു ആക്ടിവിറ്റീസൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചായിരുന്നു നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചായിരുന്നു. വയനാട് നിന്ന് പിന്നെ കാസർഗോഡ് കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അത് ഉച്ച വരെ ഞങ്ങളങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു.
ഇതൊരുപാട് നടക്കാനുണ്ട്. നടന്നിട്ടാണ് ഓരോന്നും കാണേണ്ടത്. ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നടക്കാനുള്ളതുകൊണ്ട് ഞാനും വലിക്കും അളിയാവും നടക്കാമെന്ന് വിചാരിച്ച്, നടന്ന് കാണാമെന്ന് വിചാരിച്ച്. ഉമ്മ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ആദമിനെ പിടിച്ചിട്ട്, കബീറും ഇരുന്ന്, അൻഷു അവിടെ ഇരുന്ന്, പിന്നെ പിള്ളേർ ഒരു ഊഞ്ഞാലാടുന്നുണ്ട്, രണ്ടാളവിടെ. സെയിനും എൻ്റെ കൂടെ വന്നായിരുന്നു. കൂടുതലും ചെടികളായിരുന്നു കേട്ടോ ഇത്, കൂടുതലും പൂക്കളും ചെടികളും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. പുറത്ത് ഇറങ്ങണമെങ്കിലും കുറേ നടക്കണം. കുറേ ഇങ്ങനെ നടന്ന് ഞങ്ങൾ വന്നിട്ട് ഒരു സ്ഥലത്താണ് ഉമ്മാൻ്റെ ഒരു റെസ്റ്റ് ചെയ്യുന്നുണ്ടായത്. അവിടെ നിന്ന് തിരിച്ച് നടക്കണം. ഉപ്പാണെങ്കിൽ നേരത്തെ തിരിച്ച് പോയിട്ട് കാറിലിരുന്നായിരുന്നു, കുറേ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഉച്ചക്ക് ഫുഡ് കഴിക്കാനാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഉച്ചക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലഞ്ചും കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ രാത്രിയാവും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ, കാസർഗോഡ് ഞങ്ങളെ വീടെത്തുമ്പോൾ. എല്ലാവരും കുറേ നടന്നൊക്കെ ക്ഷീണിച്ച്, അപ്പോൾ അതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടത്. ഫുഡ് ഞങ്ങൾ നാടൻ എന്തെങ്കിലും കഴിക്കാം, നാടൻ ഊണെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കുറേ ചിക്കനും അത് ഇതൊക്കെ കഴിച്ച് ഇപ്പോൾ കുറച്ച് നാടൻ ഫുഡിലേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഊണാണ് എല്ലാവരും എടുത്തത്. നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ഫുഡും ആയിരുന്നു കേട്ടോ ഇത്. അത്രയായിരുന്നു ആ യാത്രയുടെ വിശേഷം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ അതിന് ശേഷം ഒരു ദിവസം മാംഗ്ലൂർ ഒരു 1 ഡേ ട്രിപ്പ് പോയായിരുന്നു. രാവിലെ പോയിട്ട് രാത്രി വരെ. അപ്പോൾ ആ കുറച്ച് വീഡിയോസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മൈസൂർ പോയപ്പോൾ സൂ ഓപ്പൺ ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സൂ ഓപ്പൺ ഒന്നും ആവാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് സൂവിൽ പോകാമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ വന്നായിരുന്നു സൂ കാണാനായിട്ട്. ഞങ്ങൾ രാവിലെ വന്നതായിരുന്നു വീട്ടിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പീലിക്കുളം ബയോളജിക്കൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സൂ തന്നെയാണ്, അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സൈനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനിമൽസ് എന്ന് പറഞ്ഞാൽ. സൈനുക്ക് അത്ര ഇഷ്ടമാണ്. അവിടെയാണെങ്കിലും ഞങ്ങൾ സൂവിൽ കുറേ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് സൈനുവിനെ. അപ്പോൾ ഇതിൽ ഞാൻ സ്ട്രോളർ എടുത്തായിരുന്നു കേട്ടോ, ആദമിനെ ഇരുത്തിയിട്ടൊക്കെ കൊണ്ടുപോകാൻ സൗകര്യമാണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ വലിയ വണ്ടിയായിരുന്നു, പക്ഷേ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. 3-4 ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് അതുകൊണ്ട് സ്ട്രോളർ എടുക്കാൻ പറ്റിയില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഞങ്ങൾ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ട്രോളർ എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടില്ലല്ലോ, കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് പോകാൻ കംഫർട്ടബിളാണ്, ഓനിക്കും നല്ലതാണ്, ഇരുന്നൊക്കെ കാണാം. പിന്നെ ഉറങ്ങുകയാണെങ്കിൽ അതിൽ സുഖമായിട്ട് ഉറങ്ങാം. അതുകൊണ്ട് ആദമിൻ്റെ കാര്യം നല്ല എളുപ്പമായി, ആദമിനെ മാനേജ് ചെയ്യാനൊക്കെ സിമ്പിളായിരുന്നു സ്ട്രോളർ ഉള്ളതുകൊണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സ്ട്രോളർ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ, സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ, അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തും നമുക്ക് സ്ട്രോളറൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നാട്ടിൽ വരുമ്പം ചില സ്ഥലങ്ങളിൽ സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. സവാദും ഇഷാനും സെയിനും ഇവർ 3 ഹാപ്പിയാണ് സ്ട്രോളറിൽ. അവർക്ക് ഇങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങൾ ഉന്താന്ന് പറഞ്ഞ് അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. സെയിനിന് ആനിമൽസിൻ്റെ പേരൊക്കെ അറിയാവുന്നതുകൊണ്ട് ഓരോന്നിനെ കാണുമ്പോഴും പേര് പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സൂവിൽ പോയതിൻ്റെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവനൊരു ആനിമൽസിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അവന് ഒത്തിരി ആനിമൽസ് അതിലുണ്ടായിരുന്നു, അപ്പോൾ ആനിമൽസ് ടോയ്സ്. അപ്പം അതിൽ ആ ആനിമൽസൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സൂവിൽ പോയത്. അപ്പോൾ ഓരോ ആനിമലിനെ കാണുമ്പോഴും ആ ടോയ് എടുത്തിട്ട് അവനിങ്ങനെ നോക്കുമായിരുന്നു. ആനിമൽ ലയനെ കാണുമ്പോൾ ലയണിൻ്റെ ടോയും ലയണിൻ്റെ ഒറിജിനലും വെച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞല്ലേ, ഇത്ര മാത്രം അറിയാനായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സെയിനെല്ലാം നല്ലോണം മനസ്സിലാവാൻ തുടങ്ങി, നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. മലയാളമാണെങ്കിലും നല്ലോണം സംസാരിക്കും സെയിൻ. ഇപ്പോൾ സെയിന് മലയാളം സംസാരിക്കണം എന്നുള്ളത് എനിക്ക് റാഷിക്ക് നിർബന്ധമായിരുന്നു. മലയാളം സംസാരിക്കണം, നമ്മൾ എത്ര സംസാരിച്ചാലും അവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഇംഗ്ലീഷ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ സെയിന് നന്നായിട്ട് മലയാളം പറയാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ നന്നായിട്ട് മലയാളമല്ല കാസർഗോഡ് ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കും. അത്യാവശ്യം വലിയൊരു സൂ തന്നെ ഇത്, കുറേ നടക്കാനുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനൊരു കുഞ്ഞ് സെൽഫി വീഡിയോ എടുത്തതേ ഉള്ളൂ. ആനിമൽസിനെ കണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് ആർക്കും നടക്കാൻ മടിയില്ല. ആദമാണെങ്കിലും സ്ട്രോളറിലെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്.
ഒക്കെ നടന്ന് കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് നടക്കുന്നുണ്ട്. ഇതിനകത്ത് ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ച് അതിൻ്റെ കൂടെ മാഗി ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്ററിൽ കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാകുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ഞങ്ങളിതിൻ്റെ കാർഡ് വാങ്ങിച്ചിട്ട് കുറച്ച് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർക്ക് എല്ലാത്തിലും ഇരിക്കണം, എന്നാലും ഞങ്ങൾ പറ്റുന്ന പോലെ മാറിയിട്ട് കുറച്ച് എല്ലാത്തിലും ഇരുത്തി. ഞങ്ങൾക്ക് അടുത്താണ് കേട്ടോ മാംഗ്ലൂർ. പണ്ട് മുതലേ ഞങ്ങൾ എന്താവശ്യത്തിനും പോകുന്ന മാംഗ്ലൂരേക്കാണ്. ഒരു വലിയ ടൗണായിട്ട് നമുക്ക് കിട്ടുന്ന മാംഗ്ലൂരാണ്. ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കറങ്ങാൻ പോകണമെങ്കിലൊക്കെ നമ്മൾ പോകുന്നത് ഒരു മാംഗ്ലൂരേക്കാണ്. അപ്പോൾ മാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പോകാനാണെങ്കിലും. മാംഗ്ലൂരാണെങ്കിൽ ഒരുപാട് പാർക്കുണ്ട്, ഒരുപാട് മാൾസ് ഉണ്ട്. സിറ്റി സെൻറ്റർ പോലെയുള്ള മാളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് പോകാനാണെങ്കിലും. പിന്നെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല സ്ഥലമാണ് മാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം, ഞാനും ബലിക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മാംഗ്ലൂർ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട്. ആദം ഇങ്ങനെ മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ട്. ഓനിങ്ങനെ ഇരുന്നിട്ടെല്ലാം കാണാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓനും കരച്ചിലൊന്നുമില്ല. ഇപ്പോൾ സെയിനാണെങ്കിൽ നല്ല എൻജോയ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഗെയിമൊക്കെ അറിയൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പിയാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ, ആൾ ഭയങ്കര ഹാപ്പിയാണ്. സവാദും ഇഷാനും സെയിനും എല്ലാം ഓർക്ക് വേണ്ട ഓരോ രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ഓർക്ക് വലിയ കുതിര, ഓനിക്കൊരു കുഞ്ഞു സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിലും കൂടെ ഇരുന്നിട്ടുണ്ട്. എന്തായാലും നമുക്കും നല്ല രസമായിരുന്നു അവരിങ്ങനെല്ലാം എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. ഇതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുള്ളത് സവാദാണ്. സവാദിന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ, ഗെയിംസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരുമ്പോഴേ പറഞ്ഞിട്ട് വന്നതാണ് ഇങ്ങനെ എല്ലാത്തിലും ഇരിക്കണം എന്നൊക്കെ. ശരിക്കും നമ്മൾ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ റൗട്ടിങ്ങിനൊക്കെ പോകേണ്ടത് തന്നെയാണ്. അവരിതൊക്കെ എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരെല്ലാം വീക്കെൻഡ്സിലൊക്കെ പുറത്ത് പോകും. പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെ പോകുന്നത് കുറവാണ്. പോകുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ പൊതുവേ കുറവാണ് ഇങ്ങനെ യാത്ര പോകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതും. ഇങ്ങനെ എല്ലാ വീക്കെൻഡ്സ് ഇങ്ങനെ ആക്കി പിള്ളേരും കൊണ്ട് പുറത്ത്, അതൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കല്. കാരണം അത് അവർക്കൊരു നമുക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഒരു ഫ്രഷ് ഫീലാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ ഈ കാറിലിരുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പൈസയിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കാറിൽ വന്നിട്ടുണ്ട്. ബാക്കി ഒരുവിധം അവർക്ക് വേണ്ട എല്ലാത്തിലും അവരിരുന്ന് കഴിഞ്ഞു. അപ്പോൾ കാർ ഓടിക്കുമ്പോഴത്തേക്ക് അൻഷിയും കൂടെ ജോയിൻ ആയിട്ടുണ്ട്. അൻഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാർ ഓടിക്കാൻ. അൻഷി കാറൊക്കെ എടുക്കും. ഞങ്ങളിപ്പോൾ കെബീർ ഇല്ലാണ്ടെടുക്കുമ്പോഴത്തേക്കെല്ലാം അൻഷി തന്നെയാണ് എല്ലായിടത്തിലേക്കും കൊണ്ടുപോയതൊക്കെ. അൻഷി നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് KFCയിൽ വന്ന് അവിടെ നിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സിറ്റി സെൻറ്ററൊക്കെ കറങ്ങി ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വന്ന് കാസർഗോഡ് വന്ന്. അപ്പോൾ ഇത് കാസർഗോഡ് ഫലൂദ നാഷണലിൽ വന്നിട്ടാണ് ഫലൂദ കഴിച്ചത്. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1-2 ട്രിപ്പൊക്കെ മിക്സ് ചെയ്തിട്ടിട്ടതാണ് എൻ്റെ അടുത്തുണ്ടായ വീഡിയോസൊക്കെ കൂടിയിട്ട്. ഞാനിങ്ങനെ വ്ളോഗായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.